CPIM റിപ്പോർട്ടിംഗ് ഇന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകനമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുക. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ന് പറഞ്ഞാൽ ജനവിശ്വാസം തിരിച്ചുപിടിക്കുക എന്നത് CPIMന്റെ അടിയന്തര സാഹചര്യമായി മാറുന്നു, അനിവാര്യമായി മാറുന്നു. അതിനനുസൃതമായ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കാമല്ലോ ദീപക്? അതുതന്നെയാണ് കേന്ദ്ര കമ്മിറ്റി വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പരാജയത്തെ അവലോകനം ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ റിപ്പോർട്ടിനെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കേരളത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ന്യൂനപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. പ്രത്യേകിച്ചും മോഡി സർക്കാരിനെതിരായ വോട്ടിംഗാണ് ഉണ്ടായത് എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടിംഗാണ്. പക്ഷേ അതിൽ സാമുദായികപരമായുള്ള വോട്ടിൻ്റെ അനുപാതങ്ങളായിരുന്നു പരാമർശിച്ചത്. എന്നാൽ അത് വർഗ്ഗപരമായി തൊഴിലാളി വർഗം, മധ്യവർഗം ഇത്തരത്തിലുള്ളവർ പാർട്ടിയിൽ നിന്നും അകന്നുപോയോ, മുന്നണിയിൽ നിന്ന് അകന്നുപോയോ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടിംഗ്. ഏതായാലും ഇന്ന് കോഴിക്കോട് നടക്കുന്ന മേഖലാ റിപ്പോർട്ടിങ്ങിൽ കോഴിക്കോട് ജില്ല, അതുപോലെ തന്നെ വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള പാർട്ടി നേതാക്കളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 റിപ്പോർട്ടിംഗ് നടക്കും. ഒന്ന് സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി നടത്തുന്ന റിപ്പോർട്ടിംഗ്, അത് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആണ്. സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടുണ്ട്, അത് ഗോവിന്ദ മാഷ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കും. കോഴിക്കോട്ടെ ഈ മേഖലാ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത, മേഖലാ റിപ്പോർട്ടിങ്ങിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നു. ഇന്നലെ കണ്ണൂരിൽ പ്രകാശ് കാരാട്ടാണ് പങ്കെടുത്തത്. കോഴിക്കോട് 3 നേതാക്കൾ, പ്രകാശ് കാരാട്ടും കോഴിക്കോട് പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ MV ഗോവിന്ദ മാസ്റ്ററും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ചർച്ചയുണ്ടാകില്ല. CPIMന്റെ പതിവ് രീതി പ്രകാരം ഒരു സ്വാഗതം അധ്യക്ഷൻ, അത് കഴിഞ്ഞ് റിപ്പോർട്ടിംഗ്, അത് കഴിഞ്ഞ് പിരിയുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ പാർട്ടിക്ക് ഒരു ഇഴകീറി പരിശോധിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിങ്ങിന്മേലുള്ള ചർച്ചയുണ്ടാകില്ല. ചർച്ച താഴെത്തട്ടിലാണ് നടക്കുക. ഇത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പരിശോധനാ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. ഏതായാലും വളരെ നിർണായകം, ആഷ്മി പറഞ്ഞതുപോലെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ തിരിച്ചടി, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ്, ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്കുള്ള പോകലിന്റെ ഭാഗം തന്നെയാണ് ഈ റിപ്പോർട്ടിംഗ്. ഹാഷ്മി സീത. താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.